ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വത്തക്ക കൊണ്ടുള്ള ഒരു സലാഡാണ്, അതായത് ഒരു വാട്ടർമെലൺ സലാഡ്. എനിവേ, വെൽക്കം ബാക്ക് ടു ഹോം കുക്ക് മലബാർ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ സലാഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം ഇതിലേക്ക് ഞാൻ വത്തക്ക, അതായത് നമ്മുടെ വാട്ടർമെലൺ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ഗ്രീൻ ആപ്പിൾ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് സലാഡ് കുക്കുംബർ അഥവാ നമ്മുടെ സലാഡ് കക്കരി, പിന്നെ കുറച്ച് യെല്ലോ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം, പിന്നെ നിങ്ങളടുത്ത് കുറച്ച് ലെറ്റ്യൂസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് നമുക്ക് ഒരു ഡ്രസ്സിങ് ഉണ്ടാക്കണം. അതിനായിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗൾ നമ്മൾ എടുത്തിട്ട് അതിലേക്ക് ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് അതിലെ കുരുവൊക്കെ സീഡ്സൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഓറഞ്ചിൻ്റെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതാണ് ഇന്നത്തെ നമ്മുടെ സലാഡിൻ്റെ ഡ്രസ്സിങ്. ഇനി ഈ ഡ്രസ്സിങ് നമ്മൾ നമ്മുടെ സലാഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സലാഡ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇനി ഇത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ വാട്ടർമെലൺ അഥവാ വത്തക്കയും ഒലിവ് ഓയിലും കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ചീസും കൂടി ഞാൻ ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ചീസും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ സലാഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണം. ഫോർ വാച്ചിങ് മൈ വീഡിയോ, പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.